വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അതിൻ്റെ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനിൽ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് വീടിൻ്റെ ബഡ്ജറ്റ് തന്നെ താളം തെറ്റിയേക്കാം. എങ്ങനെ ചിലവ് കുറഞ്ഞൊരു ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ സുബിൻ തോമസ്, പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഓഫ് അഷെവിൽ ആർക്കിടെക്ചർ. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണ് കാണാറുള്ളത്. അതിൽ ആദ്യത്തേത് റബിൾ ട്രെഞ്ച് ഫൗണ്ടേഷനാണ്, നമ്മൾ സാധാരണ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കുന്ന ഫൗണ്ടേഷൻ. രണ്ടാമത്തേത് കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനാണ്, നമ്മൾ നോർമൽ കോൺക്രീറ്റ് കൊണ്ട് ചെയ്യാറുള്ള ഫൗണ്ടേഷൻ. മൂന്നാമത്തേത് റാഫ്റ്റ് ഫൗണ്ടേഷനാണ്. നാലാമത്തേത് പൈലിംഗ് ആണ്. ഇവയിൽ ആദ്യത്തെ 2 എണ്ണമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്, കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷനും കോൺക്രീറ്റ് കൊണ്ട് ഉള്ള കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനും. ഈ 2 ഫൗണ്ടേഷനും തമ്മിലുള്ള ഒരു കോസ്റ്റ് കമ്പാരിസനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ പലർക്കും വീട് പണിയുന്ന സമയത്തുള്ള ഒരു സംശയമാണ്, നമ്മുടെ പ്ലോട്ടിൽ കരിങ്കല്ലാണോ അതോ കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷനാണോ ലാഭകരമാകുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഓരോ ഏരിയയിലും സോയിൽ ലെയർ ഡിഫറൻ്റ് ആണ്. ചില പ്ലോട്ടുകളിൽ 60 സെൻറ്റിമീറ്റർ നമുക്ക് സ്ട്രോങ് ലെയർ കിട്ടിയേക്കാം, മറ്റൊരു പ്ലോട്ടിൽ അത് 1 മീറ്ററിലായിരിക്കും കിട്ടുന്നത്, മറ്റൊരു പ്ലോട്ടിൽ അത് 1 മീറ്ററിലും കൂടുതലാവും. ഫൗണ്ടേഷൻ്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഫാക്ടർ ഫൗണ്ടേഷൻ്റെ ഡെപ്താണ്. നമുക്ക് ഒരു ചാർട്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് കൊണ്ടും കരിങ്കല്ല് കൊണ്ടുമുള്ള ഫൗണ്ടേഷനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ചാർട്ടിൽ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ കോസ്റ്റാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കോളത്തിലുള്ളത് ഫൗണ്ടേഷൻ്റെ ഡെപ്താണ്, രണ്ടാമത്തെ കോളത്തിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ്റെ കോസ്റ്റ്, മൂന്നാമത്തെ കോളത്തിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ ഡെപ്ത് 60 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2,43,330 ആണ്. അതേസമയം കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വരുന്നത് 2,76,692 രൂപയാണ്. ഡെപ്ത് 75 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ വരുന്ന കോസ്റ്റ് 2,67,407 രൂപയാണ്. അതേ സമയത്ത് കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷന് 2,80,226 രൂപയാണ് വരുന്നത്. ഡെപ്ത് 85 സെൻറ്റിമീറ്റർ ആകുമ്പോൾ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷനും കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷനും കോസ്റ്റ് ഈക്വലായിട്ടാണ് വരുന്നത്, അത് 2,82,000 രൂപയാണ്. ഡെപ്ത് 90 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷന് 2,91,485 രൂപയും കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ 2,83,761 രൂപയാണ് വരിക. അതേസമയം ഡെപ്ത് 120 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷന് 3,39,639 രൂപയും കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷന് 2,90,830 രൂപയാണ് വരിക. ഡെപ്ത് 150 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷന് 3,87,793 രൂപയും കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷന് 2,97,899 രൂപയാണ് വരിക. ഈ ചാർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് 85 സെൻറ്റിമീറ്റർ വരെ ആണെങ്കിൽ നമുക്ക് ലാഭകരമായിരിക്കുക കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും. അതേസമയം നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് 85 സെൻറ്റിമീറ്ററും കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ലാഭകരമായിരിക്കുക കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും. ഓരോ ഏരിയയിലും മെറ്റീരിയലിനും ലേബർ കോസ്റ്റിലും വരുന്ന വേരിയേഷൻ കൊണ്ട് നമ്മുടെ ചാർട്ടിലെ ടോട്ടൽ കോസ്റ്റിൽ വേരിയേഷൻ വരാവുന്നതാണ്. എന്നിരുന്നാലും ഏകദേശം 85 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു ബ്രേക്ക് പോയിൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. നിങ്ങളൊരു വീട് പണിയുമ്പോൾ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷനാണോ കോൺക്രീറ്റ് കൊണ്ടുള്ള ഫൗണ്ടേഷനാണോ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.